സാധാരണഗതിയിൽ നമ്മളൊരു ഓട്ടോമേഷൻ്റെ പ്രോഡക്റ്റ് അത് എന്തും ആയിക്കോട്ടെ, സെൻസേഴ്സ് ആയിരിക്കാം, BFD ആയിരിക്കാം, PLC ആയിരിക്കാം, വാട്ട് എവർ എനി പ്രോഡക്റ്റ്, അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇത്തരം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, എങ്കിലും അത് കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ബ്രാൻഡിൻ്റെ പേര് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ലൈക്ക് ABB, എസ്കവ, INVT, ഡെൽറ്റ, FG, സംതിങ്. മാർക്കറ്റിൽ മോർ ദാൻ ഒരു 20 ബ്രാൻഡ്സ് അവൈലബിൾ ഉണ്ട്. അതേപോലെ തന്നെ പ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും. ഇത് കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വിഷയം കൂടെയുണ്ട്. ഒന്ന്, സർവീസ് സപ്പോർട്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഈ ബ്രാൻഡുകളായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ആഫ്റ്റർ സെയിൽസ് അവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ പെർട്ടിക്കുലർ സപ്ലയറെയോ അല്ലെങ്കിൽ ആ ബ്രാൻഡിനെയോ നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരു വിഷയമാണ് ഈ സെലക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ അപ്ലിക്കേഷന് അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയറോൺമെൻറ്റിന് സൂട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രാൻഡിനും, എക്സാമ്പിൾ നമ്മളൊരു ABB എന്ന് പറയുന്ന ബ്രാൻഡ് എടുക്കുന്നു, ആ ബ്രാൻഡിൻ്റെ BFD എന്ന് പറയുന്ന സെഗ്മെൻറ്റ് എടുക്കുന്നു, അതിനകത്ത് ഒരു നാലോളം സീരീസ് അവൈലബിൾ ആണ്. ACS 580, 560, 355, അങ്ങനെ ധാരാളം മോഡൽസ് ഉണ്ട്. ഇത് തന്നെയാണ് നമ്മൾ അടുത്തത് INVT എന്ന് പറയുന്ന ബ്രാൻഡ്, GD200, 27 ഉണ്ട്. അല്ലെങ്കിൽ കൺട്രോൾ ടെക്നിക് എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് പോകുന്നു, NE200, NE300, അത്തരം ബ്രാൻഡുകൾ. സോ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓരോ ബ്രാൻഡിനും മിനിമം 4-5 സീരീസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏത് സീരീസ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷന് സൂട്ടബിൾ, അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റിന് സൂട്ടബിൾ, ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ഒരു കൃത്യമായിട്ട് സർവീസ് സപ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റ് ബന്ധപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ പ്രോബ്ലം അവർ ടേക്കപ്പ് ചെയ്തോളും, അവർ നിങ്ങൾക്ക് സൊല്യൂഷൻ തന്നോളും. ഭാവിയിൽ എന്തെങ്കിലും സർവീസ് സപ്പോർട്ട് വന്നാൽ അവരത് ടേക്കപ്പ് ചെയ്തോളും. സാധാരണഗതിയിൽ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബ്രാൻഡിൻ്റെ ആൾക്കാരെ, ഒരു ഡീലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് മാത്രം ഡീൽ ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ പിച്ച് ചെയ്യാനാണ് നോക്കുക. ഇറസ്പെക്റ്റീവ് ഓഫ് ആപ്ലിക്കേഷൻ, അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും സെല് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ടാർഗറ്റ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് സൂട്ടബിൾ ആവില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലിയർ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു 5 വർഷം നമുക്ക് ലൈഫ് സ്പാൻ കിട്ടേണ്ട ഒരു BFD ചിലപ്പോൾ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ ഫെയിലിയർ ആവും. അപ്പോൾ അത്തരം ഒരുപാട് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള സൊല്യൂഷനാണ് പറഞ്ഞത്. ഇതിൻ്റെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, എത്തിക്കൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവരെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു സൊല്യൂഷൻ ആയിരിക്കും തരിക. ആ സൊല്യൂഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുകയും ചെയ്യും.